നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ NDAയുടെ 400 സീറ്റ് എന്ന സ്വപ്നത്തെ പറ്റി പലകുറി പലയിടത്ത് പറഞ്ഞതാണ്. പക്ഷെ കേന്ദ്രത്തിലെ മൂന്നാമനായ രാജ്നാഥ് സിംഗ് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പലപ്പോഴും BJPയിലേക്ക് പല പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് നിരവധി സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. പ്രധാന എതിരാളികളായ കോൺഗ്രസിൽ നിന്ന് പോലും BJPയുടെ പാളയത്തിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ BJPയുടെ അണികൾ ഉൾപ്പെടെ ചെറിയ ചില വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തിനാണ് ഇത്തരം ആളുകളെ പാർട്ടിക്കുള്ളിലേക്ക് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം കണ്ടുകൊണ്ട് മാത്രം BJPയിലേക്ക് എത്തുന്ന ആളുകളെ എന്തിനാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം BJPയുടെ ഭാഗത്ത് നിന്ന് പോലും അവരുടെ അണികളുടെ ഭാഗത്ത് നിന്ന് പോലും പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുമുണ്ട്. ഇതിനുള്ള ഒരു ഉത്തരമാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ട എന്ന് പറയണോ എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. NDA 400 സീറ്റുകൾ നേടുക എന്നുള്ള ഒരു വലിയ സ്വപ്നം BJPക്ക് മുന്നിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ വരുമ്പോൾ BJP ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ 400 എന്നുള്ള BJPയുടെ വലിയ സ്വപ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിച്ചില്ല എങ്കിൽ BJPയുടെ കൈവശം ഒരു പ്ലാൻ B കൂടി ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഈ പ്രതിപക്ഷ മുന്നണിയായ INDAയിലോ അല്ലെങ്കിൽ NDAയിലോ ഒന്നും ഭാഗമല്ലാത്ത നിരവധി പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ പാർട്ടികളൊക്കെയും നിസ്സാരക്കാരല്ല. പലരും സംസ്ഥാന ഭരണമടക്കം കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണ്. വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ള പാർട്ടികൾ കൂടിയാണ്. ഇതിൽ BRS, BJD, YSRCP, BSP തുടങ്ങിയ ഭീമന്മാർ മുതൽ ചെറു പാർട്ടികൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഈ ചെറു പാർട്ടികൾക്കൊക്കെ ചില സീറ്റുകൾ പതിറ്റാണ്ടുകളായി ജനം നൽകുന്നതാണ്. ചിലപ്പോൾ 1-2 MP മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു MP മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് അവരുടെ ഉറച്ച സീറ്റായിരിക്കും. അത്തരത്തിലുള്ള നിരവധി പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്തായാലും ഇത്തരം ഒരു പ്രതിസന്ധി, അതായത് 400 സീറ്റുകളിലേക്ക് NDAക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ ഈ സഖ്യത്തിലൊന്നും ഉൾപ്പെടാതെ നിൽക്കുന്ന ആളുകളെ ഒപ്പം കൂട്ടുക എന്നതാണ് BJPയുടെ പ്ലാൻ B. രാജ്നാഥ് സിംഗിന്റെ വാക്കിൽ നിന്നും നമുക്ക് അത് തന്നെയാണ് വായിച്ചറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട്. ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമ്പോൾ വേണ്ട എന്ന് പറയണമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്തുണ അറിയിച്ച് ആര് വന്നാലും കൂടെ നിർത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.